ഹായ്, എൻ്റെ പേര് രോഹിത്. ഞാനിവിടെ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി, വീട് കോഴിക്കോട്. ഞാൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ റിസൾട്ടൊന്നും ഫേവറബിൾ അല്ലായിരുന്നു. വീട്ടിലിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ ഒരു പുതിയൊരു ഡയറക്ഷനിൽ ട്രൈ ചെയ്യാണ്ട് ഞാൻ സൈലത്തിൻ്റെ വീഡിയോ എടുത്ത് നോക്കി, സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കി. 1-2 വീഡിയോസ് കണ്ടു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഒരു ആരും അറിയാതെ ഒന്നും പഠിക്കാതെ, ആരും അറിയാതെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകണേക്കാട്ടും നല്ലൊരു കോമ്പറ്റീഷൻ അറിഞ്ഞിട്ട് ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ആപ്പ് എടുത്ത് നോക്കിയതാണ്. എൻ്റെ പേര് ആലപ്പുഴയാണ്. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ 2022 ബാച്ച് വിദ്യാർത്ഥിയാണ്. ആദ്യം പറയാണ് ഇങ്ങനെ സൈലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കാര്യമാണ്. ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി, ക്രാഷ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ യൂട്യൂബിലെ സൈലത്തിന്റെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ക്ലാസ്സുകൾ, കുറച്ച് ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ അതൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് പഠിപ്പിക്കുന്ന രീതി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ +2 എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു വന്നവരാണ് സ്റ്റേറ്റ് സിലബസ്. അപ്പോൾ ഞങ്ങൾക്ക് അധികം ഒന്നും പഠിച്ചിട്ടില്ല, പല കാര്യങ്ങൾക്കും ബേസ് ഇല്ല. അപ്പൊ അങ്ങനെ വിചാരിച്ച സമയത്താണ് സൈലത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ റൂട്ട് ടു എഫക്ട്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് ബേസ് കൊണ്ടാണ് നമ്മൾ എല്ലാം തുടങ്ങി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ തീരുമാനിച്ചു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ നന്നായിട്ട് സൈലത്തിലെ ചെയ്യുള്ളൂ. എന്റെ പഠന രീതിക്ക് ഓൺലൈൻ പറ്റില്ല. അപ്പോൾ ഓഫ്ലൈൻ തന്നെ പോയി സൈലത്തിന്റെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ അവരുടെ ക്ലാസിന്റെ രീതി തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ദിവസം നമുക്ക് ക്യാമ്പസിൽ ക്ലാസ് ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ആ പോർഷൻ പഠിക്കാം, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ എക്സാം ഉണ്ട്. അപ്പൊ ആ രീതി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്കൊരു പോർഷൻ പഠിച്ച് തരവാക്കി എക്സാം എഴുതി അത് പിന്നെയും കേൾക്കുമ്പോൾ എനിക്കത് എന്റെ മനസ്സിൽ ഉറച്ചു. അങ്ങനെ പല പോർഷൻസും എക്സാം സമയത്ത് ക്ലിയർ ആയി. അങ്ങനെ പഠന രീതിയൊക്കെ വളരെ നല്ലതായിരുന്നു. ഞാനിപ്പം ആലപ്പുഴ TDMCയിൽ 2022 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ക്രാഷ് ചെയ്തത് സൈലത്തിലായിരുന്നു. ആദ്യം 3 months ചെയ്തുള്ളെങ്കിലും സൈലത്തിലെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷൻ കണ്ടു തന്നെയാണ് ഞാൻ റിപ്പീറ്റിനായിട്ട് സൈലം ചൂസ് ചെയ്തു. ഞാൻ കീർത്തന ജേക്കബ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 2022 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. സൈലത്തിൻ്റെ പ്രോഗ്രാംസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് റിവിഷൻ്റെ കാര്യം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് റിവിഷൻ. കാരണം അവസാന ടൈമിൽ അവരെല്ലാ ചാപ്റ്റേഴ്സും ഒരു നല്ലോണം ഒരു റിവിഷൻ തന്നിരുന്നു, റിവിഷൻ ലൈവായിട്ട് തന്നിരുന്നു. ആൻഡ് നമുക്ക് ആ ടൈമിൽ നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ഹോസ്റ്റലിലേക്ക് വരുമായിരുന്നു. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട്. അച്ഛൻ വർക്ക് ചെയ്ത എയർഫോഴ്സിലാണ്. എയർഫോഴ്സിലൊരു ഹോസ്പിറ്റലിൽ യൂറോളജി അവിടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ജനിച്ചപ്പോൾ തൊട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി രാവിലെ ആയാലും രാത്രി ആയാലും അച്ഛൻ എപ്പോഴും ഇങ്ങനെ വർക്കിന് പോയിക്കൊണ്ടിരിക്കാൻ കാണാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അച്ഛനെ കണ്ടാണ് ഞാൻ ഈ ഒരു സെക്ടറിലോട്ട് വന്നത് തന്നെ. എൻ്റെ പേര് പാത്തുമാനപ്പുഴ, ഞാൻ വരുന്നത് കോഴിക്കോടാണ്. ഞാനിപ്പോൾ TDMC ആലപ്പുഴയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് 2022 ബാച്ച്. സൈലത്തിൻ്റെ പഠന രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ്. നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 3 കാര്യങ്ങൾ. എനിക്ക് അവിടുത്തെ DPP ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു 40 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 30 ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല. പക്ഷെ സാർമാർ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഡീപ്പായിട്ട് മനസ്സിലാവും. ഓരോ കണ്ടൻറ്റും ഓരോ ടോപ്പിക്കും ഓരോ ലൈനും നമ്മളത് ഹോസ്റ്റലിൽ എത്തുന്നവരെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ടൊരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ നമ്മൾ എവിടെ നിൽക്കുന്നു, മീൻസ് നമുക്ക് അവർക്കിടയിൽ കോമ്പറ്റീഷനേക്കാളും കൂടുതൽ നമ്മളൊരു പൊസിഷൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇത്രയേ പഠിച്ചുള്ളൂ, നമ്മളിനി എവിടെ എത്തണം, നമുക്കിനി എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അവർ എക്സാം മതിയായിരുന്നു. ഗ്രാൻഡ് ടെസ്റ്റ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സാറുമാർ നമ്മളോട് പറയുന്നു നമ്മളെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ വിചാരിക്കും അതൊക്കെ കുറേ ഔട്ടാണ്. പക്ഷെ അതൊക്കെ എവിടെയൊക്കെ അത് കണക്ട് ചെയ്ത് വരുന്നതെന്നൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാക്കി തരാൻ നമ്മൾ ഫാക്കൽറ്റീസിന് പറ്റും. ഇപ്പോൾ XPL തുടങ്ങിയ സമയത്ത് എല്ലാവരും റാൻഡമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, എല്ലാം പഠിച്ചു തീർക്കണം, ഏത് രീതിക്ക് പഠിക്കണം എന്ന് ആർക്കും അറിയില്ല. XPL വന്നപ്പോഴത്തേക്കും നമുക്കൊരു ടൈം ടേബിൾ കിട്ടി, നമുക്കൊരു ഷെഡ്യൂൾ കിട്ടി. ഇന്ന സമയത്ത് ഇന്നത് പഠിച്ചു തീർക്കണം, ആ സമയത്ത് തന്നെ എക്സാം വരും. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ
ലേണിംഗ് ഷെഡ്യൂൾ സ്ട്രീംലൈനായി നമുക്ക് എന്ത് എപ്പോൾ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടി. അതുകൊണ്ട് എത്ര വാസ്റ്റ് ടോപ്പിക് ആണെങ്കിലും കുറച്ചുകൂടെ നമുക്കൊന്ന് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ പറ്റി.